ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ സമിതിയെ നിയോഗിക്കാമെന്ന നിർദ്ദേശത്തിൽ INTUC സമരസമിതി തർക്കം. INTUC നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായാണ് നിർദ്ദേശം ഉയർന്നു വന്നതെന്ന് സമരക്കാർ ആരോപിക്കുന്നു. എന്നാൽ മന്ത്രിയുടെ നിർദ്ദേശത്തെ പിന്തുണയ്ക്കുക മാത്രമാണ് ചെയ്തതെന്ന് ചന്ദ്രശേഖരന്റെ വിശദീകരണം. ആശാവർക്കർമാരുടെ സമരം അവസാനിപ്പിക്കാൻ മന്ത്രി വിളിച്ച ചർച്ച പരാജയപ്പെടുത്തിയത് ട്രേഡ് യൂണിയനുകളാണെന്ന ഗുരുതര ആരോപണമാണ് സമരസമിതി ഉന്നയിക്കുന്നത്. ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള വിഷയങ്ങൾ പഠിക്കാൻ സമിതിയെ നിയോഗിക്കാമെന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചത് നേതാവ് R. ചന്ദ്രശേഖരനാണെന്നാണ് സമരസമിതി ആരോപിക്കുന്നത്. ട്രേഡ് യൂണിയനുകളുടേത് വഞ്ചനാപരമായ സമീപനമെന്നും സമരക്കാർ. ഒരു കാരണവശാൽ പറ്റില്ല. 1000 രൂപയിൽ നിന്ന് 7000 രൂപയെ വർദ്ധിപ്പിച്ചത് ഒരു കമ്മിറ്റിയുടെയും പഠനത്തിൻ്റെയും അടിസ്ഥാനത്തിലല്ല. വിരമിക്കാൻ ആശാവർക്കർമാരെ 62 വയസ്സിൽ പിരിച്ചുവിടാൻ തീരുമാനിച്ചത് ഒരു കമ്മിറ്റി വെച്ചിട്ടല്ല. യഥാർത്ഥത്തിൽ അതിനൊക്കെയായിരുന്നു കമ്മിറ്റി ആവശ്യമുണ്ടായിരുന്നു. അതൊന്നും വെച്ചിട്ടില്ല. എന്നാൽ ആരോപണം നിഷേധിക്കുകയാണ് INTUC. സമരക്കാരുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്തെന്നറിയില്ലെന്നും സമരം തീർക്കണമെന്ന മനോഭാവത്തിലല്ല അവരുടെ പ്രതികരണങ്ങളെന്നും R. ചന്ദ്രശേഖരൻ. അറിയില്ല അവരുടെ എന്താണ് മനോഭാവം എന്ന് എനിക്കറിഞ്ഞൂടാ. കാരണം ഇന്നൊക്കെ ഇങ്ങനെ INTUCയെ ടാർഗറ്റ് ചെയ്ത് ആക്രമിച്ചുകൊണ്ട് അതെന്തിനാണ് അങ്ങനെ പറയുന്നത്, അതിന്റെ പിന്നിൽ എന്ത് രാഷ്ട്രീയം ഉണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. അതേസമയം INTUCയുടെ നിലപാടിനെ തള്ളി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും രംഗത്തെത്തി. ആശാവർക്കർമാരുടെ സമര വിഷയത്തിൽ INTUCയുടെ നിലപാടല്ല പാർട്ടിക്കെന്നും അദ്ദേഹം വ്യക്തമാക്കി. INTUC എടുത്ത നിലപാടിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഞങ്ങൾക്ക് ആശാവർക്കർമാർ ഉന്നയിച്ച അവരുടെ ഡിമാൻഡുകളോടാണ് ഞങ്ങളുടെ അനുഭാവം. INTUC പ്രസിഡന്റ് അങ്ങനെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അതിനോട് ഒരു കാരണവശാലും ഞങ്ങൾക്ക് യോജിപ്പില്ല. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന അനിശ്ചിതകാല രാപ്പകൽ സമരം 55-ാം ദിവസവും നിരാഹാര സമരം 17-ാം ദിവസവും തുടരുമ്പോഴും പ്രശ്നപരിഹാര സാധ്യതകൾ അകലെയാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.